എറണാകുളം ചോറ്റാനിക്കരയിൽ ആൾതാമസമില്ലാത്ത വീട്ടിൽ ഫ്രിഡ്ജിൽ നിന്ന് തലയോട്ടി കണ്ടെത്തി. ഫിലിപ്പ് മംഗലശ്ശേരി എന്ന വ്യക്തിയുടെ വീട്ടിലെ ഫ്രിഡ്ജിൽ നിന്നാണ് തലയോട്ടി കണ്ടെത്തിയത്. തലയോട്ടിയും അസ്ഥി കഷ്ണങ്ങളുമാണ് കണ്ടെത്തിയത്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നു. രേഷ്മ, വളരെ ദുരൂഹതയുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ചോറ്റാനിക്കരയിൽ ആൾതാമസമില്ലാത്ത വീട്ടിലെ ഫ്രിഡ്ജിൽ നിന്ന് തലയോട്ടി കണ്ടെടുക്കുന്നു. അസ്ഥികൂടങ്ങളും കണ്ടെത്തിയിട്ടുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ചോറ്റാനിക്കര പാലസ് സ്ക്വയറിന് സമീപത്ത് ആൾതാമസമില്ലാത്ത വീട്ടിൽ നിന്നുമാണ് ഈ തലമുട്ടിയും അസ്ഥികൂടങ്ങളും കണ്ടെടുത്തിട്ടുള്ളത്. 20 വർഷമായിട്ട് ആൾതാമസമില്ലാത്ത വീട്ടിലെ ഫ്രിഡ്ജിനുള്ളിൽ കവറിലാക്കിയ നിലയിലാണ് ഈ അസ്ഥി കഷ്ണങ്ങളും അതോടൊപ്പം തന്നെ തലയൂട്ടിയും കണ്ടെടുത്തത്. മനുഷ്യന്റെ അസ്ഥികൂടമാണെന്ന് പ്രാഥമികമായിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ആരാണ് ഫ്രിഡ്ജിനുള്ളിൽ ഈ അസ്ഥി കഷ്ണങ്ങളും തലയൂട്ടിയും കൊണ്ടുവച്ചെന്നുള്ള കാര്യത്തിൽ നിലവിൽ അന്വേഷണം തുടരുകയാണ്. നേരത്തെ തന്നെ ഈ ഒരു പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം വലിയ തോതിൽ ഉണ്ടായിരുന്നു. തുടർന്ന് പഞ്ചായത്ത് മെമ്പറുടെ നിർദ്ദേശാനുസരണമാണ് പോലീസ് എത്തി പരിശോധന നടത്തിയത്. അതിനിടയിലാണ് ഈ ഫ്രിഡ്ജിനുള്ളിൽ കവറിലാക്കിയ നിലയിൽ ഈ അസ്ഥി കഷ്ണങ്ങളും തലയൂട്ടിയും കണ്ടെടുത്തത്. ഈ നട്ടൽ ഉൾപ്പെടെയുള്ള അസ്ഥി കഷ്ണങ്ങൾ കോർത്തിട്ട രീതിയിലാണ് കണ്ടെടുത്തിട്ടുള്ളത്. എന്തായാലും സ്ഥലത്ത് പോലീസ് പരിശോധന തുടർന്നിരുന്നു. അതോടൊപ്പം തന്നെ ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടരുകയാണ്. കൊച്ചിയിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള ഡോക്ടർ ഫിലിപ്പ് ജോണിന്റെ ഉടമസ്ഥതയിലുള്ള വീടാണിത്. കഴിഞ്ഞ 20 വർഷമായിട്ട് അവിടേക്ക് അങ്ങനെ ആൾതാമസമില്ല. ഒപ്പം തന്നെ വല്ലപ്പോഴും ഒക്കെ മാത്രമാണ് എത്തിയിരുന്നത്. അതും ഇങ്ങനെ വീട് നോക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊന്നും വന്നിരുന്നില്ല. സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രമായിട്ട് ഈ വീട് മാറുകയും ചെയ്തിരുന്നു. തുടർന്ന് പഞ്ചായത്തിന്റെ അതോടൊപ്പം തന്നെ നാട്ടുകാരുടെയും ഒരു ആവശ്യാർത്ഥമാണ് പോലീസ് പരിശോധന നടത്തുകയും ഈ അസ്ഥികൂടവും ഈ പറയുന്ന തലയൂട്ടിയും ഫ്രിഡ്ജിനുള്ളിൽ നിന്ന് അതിനിടയിൽ കണ്ടെടുക്കുകയുമായിരുന്നു. എന്തായാലും പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടരുകയാണ്. മനുഷ്യന്റേതാണ് എന്ന് പ്രാഥമികമായിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഫോറൻസിക് പരിശോധനാ ഫലം കൂടി വന്നതിന് ശേഷം മാത്രമേ മറ്റു കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുകയുള്ളൂ. വിനോദ്, ചോറ്റാനിക്കരയിലാണ് ആൾതാമസമില്ലാത്ത വീട്ടിലെ ഫ്രിഡ്ജിൽ നിന്ന് തലയോട്ടിയും അസ്ഥികൂടങ്ങളുടെ ഭാഗങ്ങളും കണ്ടെത്തിയത്. പോലീസ് അന്വേഷണം തുടരുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു.